നമസ്കാരം. 35 ദിവസത്തിന് ശേഷം അധർമ്മത്തിൻ്റെ ഇന്ദ്രൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ത്യൻ യുവജനതയുടെ ഏറ്റവും വലിയ വിജയ കാഹളമായി ദില്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന ദിവസമാണ് ഇന്ന്. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റിൻ്റെ ഇരുസഭകളിലും അജയ്യമായ പോരാട്ടം നടത്തിയപ്പോൾ കൊടുങ്കാറ്റായി ഇന്ത്യയിലെ യുവത ഒന്നടങ്കം സമരാങ്കണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മറ്റൊന്നും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് ഉണ്ടായില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എത്ര ഭൂരിപക്ഷമുണ്ടായാലും എത്രയധികം ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചാലും ജനാധിപത്യ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഏത് സർക്കാരിനും മുട്ടുമടക്കേണ്ടി വരും എന്ന വലിയ ഇന്ത്യൻ പാഠമാണ് ഇന്ന് ഡൽഹിയിൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളാണ്. 20ഓളം കുട്ടികളാണ് ഈ വിഷയത്തിൽ രക്തസാക്ഷികളായി മാറിയത്. അത്രയോ അതിലധികമോ കുട്ടികൾ ഭീകരമായ പോലീസ് മർദ്ദനത്തിനിരയായി ദില്ലിയിലെ വിവിധ ആശുപത്രികളിൽ കഴിയുകയാണ്. കർഷക സമരത്തെ അടിച്ചൊതുക്കിയതുപോലെ ഈ പാറ്റ സമരത്തെയും അടിച്ചൊതുക്കാം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഏറ്റവും ഒടുവിൽ RSSന്റെ നേതാക്കളും സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇനി രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വളരെ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായി. യഥാർത്ഥത്തിൽ സല്യൂട്ട് ചെയ്യേണ്ടത് CJPയുടെ യുവജനതയോടൊപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം കത്തിച്ച രാഹുൽ ഗാന്ധിയെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിശക്തമായി പാർലമെന്റിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച വിഷയം അയോധ്യയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു വിഷയം പോലും അവിടെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കൊപ്പം ഇന്ത്യയിലെ യുവജനതയ്ക്കൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായത്. ഇതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി നിലത്തൂടെ വലിച്ചിഴക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ചോര വാർന്നൊഴുകി. ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കുണ്ടായത്. എന്നിട്ടും ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ സമീപനത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടു പോകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായില്ല. പക്ഷേ ആധുനിക മാധ്യമ സങ്കേതങ്ങളിലൂടെ കൊടുങ്കാറ്റായി മാറിയ ഇന്ത്യൻ യുവതയ്ക്ക് മുമ്പിൽ പരാജയപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് BJP സർക്കാർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ആത്യന്തിക ഫലമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലൂടെ നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വകുപ്പ് മാറ്റി മറ്റൊരു വകുപ്പിന്റെ ചുമതല നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കാം എന്ന് സർക്കാരിന്റെ ദൂതന്മാർ അറിയിച്ചു. 20 കുട്ടികളുടെ കുടുംബത്തിനും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്ന് BJP മുന്നോട്ട് വച്ചു. പക്ഷേ ഇതൊന്നുമല്ല തങ്ങളുടെ ആവശ്യം. ആത്യന്തികമായി ഇതിനൊരു ഉത്തരവാദി ഉണ്ടാകണം. ഇത്രയും കൃത്രിമമായ വഴിയിലൂടെ പരീക്ഷാ സമ്പ്രദായത്തെ ആകെ അട്ടിമറിച്ച് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കുളം തോണ്ടിയ അതിൻ്റെ ഉത്തരവാദിയായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്ന് CJP പറഞ്ഞു. രാഷ്ട്രീയപരമായി ഒരു പാരമ്പര്യവുമില്ലാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, രാഷ്ട്രീയപരമായി ഒരു നാടിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് പൂർവകാല ചരിത്രം ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കൂട്ടം കുട്ടികൾ ഈ സമരാങ്കണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരെ തീവ്രവാദികളായി മുദ്രകുത്താൻ പലരും ശ്രമിച്ചു. ഈ കേരളക്കരയിൽ നിന്ന് പോലും മേജർ രവിയെ പോലുള്ള ആളുകൾ അത്തരം പ്രസ്താവനകൾ നടത്തി. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്റ്റേറ്റിലെ നേതാക്കന്മാരും തലങ്ങും വിലങ്ങും ഇവരെ തീവ്രവാദികളാക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ അതിലൊന്നും വിജയം കാണാൻ അവർക്ക് സാധിച്ചില്ല. കർഷക സമരമുണ്ടായപ്പോഴും അതേ രീതിയിൽ ഇത് തീവ്രവാദികൾ സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് എന്ന് ആവർത്തിക്കപ്പെട്ടു. പക്ഷേ കർഷക സമരത്തിന്റെ പിന്നിൽ അണിനിരന്നത്
ഈ നാട്ടിലെ വയോവൃദ്ധരായിട്ടുള്ള ജനങ്ങളും അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകളുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ സമരം ഏറ്റെടുത്തത് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായ ചെറുപ്പക്കാർ ഈ സമരത്തിന് ആളും അർത്ഥവും നൽകി പിന്തുണ നൽകി. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം മറന്ന് CJPയെ പിന്തുണയ്ക്കാൻ രംഗത്തു വന്നു. ദില്ലിയിലെ സമരവേദികളിലേക്ക് നേതാക്കന്മാർ ഇരച്ചുകയറി. നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് പെടാപാടുപെട്ടു. പോലീസ് മൃഗീയമായ രീതിയിൽ കുട്ടികളെ തല്ലിച്ചതച്ചു. പോലീസിന്റെ ഈ മൃഗീയമായ ആക്രമണവും സോഷ്യൽ മീഡിയ വഴി BJPയുടെ സൈബർ ഗുണ്ടകൾ നടത്തിയ ആക്രമണവുമാണ് യഥാർത്ഥത്തിൽ ഈ സമരം വിജയിക്കാനുള്ള രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒടുവിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു വിജയം ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നു. ആ വിജയം ഇവിടെ CJP എന്ന് പറയുന്ന പുതുതലമുറ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. ആ സമരത്തെ വിജയിപ്പിക്കാൻ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത ഇന്ത്യയിലെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഒരു പടി കൂടി കടന്നു ചിന്തിച്ചു പറയുകയാണെങ്കിൽ ഇത് രാഹുൽ ഗാന്ധിക്കും കൂടി അവകാശപ്പെട്ടിട്ടുള്ള വിജയമാണ്. മറ്റൊരർത്ഥത്തിൽ ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൗണ്ട് ഡൗണിൻ്റെ സമാരംഭമാണ്.